ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിക്കിൻ്റെ എസിയുടെ ഫാന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അത് കൂടാതെ സ്പോയിലറും നമ്മളൊന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിമൂവ് ചെയ്യണ സമയത്ത് ഇത് വിട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു റിവിറ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ക്ലിയർ ആക്കാനുണ്ട്. റിവിറ്റ് ഫിക്സ് ചെയ്യണ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലില്ല. സോ നമുക്ക് അലുമിനിയം വർക്ക് എടുക്കണ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് സ്വിക്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഫസ്റ്റത്തെ പരിപാടി നമുക്ക് എസിയുടെ ഫാൻ ക്ലിയർ ആക്കലാണ്. നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ കൊറിയർ ഓഫീസിലേക്കാണ്. കൊറിയർ ഓഫീസിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് നേരെ മാറ്റാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. സ്പോയിലറും നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. സ്പോയിലർ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സീറ്റിൽ വെച്ചിട്ടുണ്ട്, ബാക്ക് സീറ്റിൽ. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് വീല് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് പിന്നെ വണ്ടി എടുക്കുന്നത്. അന്ന് കൊണ്ടുപോയി ഇട്ടതാണ്, പിന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലോങ് അടിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. എ സിയാണ് ഫസ്റ്റ് ക്ലിയർ ആക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ആ ഒരു മഴക്കാലമായി തുടങ്ങിയിരിക്കണു. ഇന്ന് തന്നെ മഴ ഉണ്ട്, ഇങ്ങനെ ചാറിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മഴ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഗ്ലാസ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും. ഗ്ലാസ് തുറന്നിട്ട് നമുക്ക് മഴയായിട്ട് ഓടിക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. കുറച്ച് ഒരു സ്മൂത്ത് കിട്ടിയിട്ടുണ്ട് അലൈൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അതിനൊരു സൈഡിലേക്ക് ഒരു വലിവുണ്ടായിരുന്നു, അതൊക്കെ കണ്ട് കുറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്ലിയർ ആക്കാനുള്ളത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ലീക്കാണ്. ആ ഒരു ലീക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ കൊറിയർ ഓഫീസ് വരുന്നത്. നമുക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കിയിടാം. നമ്മൾ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമുക്ക് ലൈഫിലൊന്ന് കൊറിയർ ഓഫീസ് മാറി. പ്രൊഫഷനിൽ പോയിട്ട് ഞാൻ കുറേ നേരം നിന്നു. ആ ചേച്ചിയും കുറേ നേരം കഷ്ടപ്പെട്ടു, എല്ലാ പ്രൊഡക്റ്റും മാറ്റി മാറ്റി നോക്കിയിട്ട്. എന്നിട്ട് അവസാനം ആ നമ്പറിൽ തിരിച്ചു വിളിച്ച് നോക്കുമ്പോൾ പ്രൊഫഷനിലല്ല, ട്രാക്കോണാണ്. ട്രാക്കോണിൽ പോയിട്ട് കളക്ട് ചെയ്യണത്. നമ്മൾ അടുത്ത കൊറിയർ ഓഫീസിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കൊറിയർ ഓഫീസ് നൈസിലൊന്നും മാറിപ്പോയി. ഇവിടെ ഒരു കൊറിയർ ഓഫീസ് വരുന്നുണ്ട് ട്രാക്കോണിൻ്റെ. അവിടെയാണ് പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. ഇനി അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്ത് തന്നെ അത് ഫിക്സ് ചെയ്യാനുള്ള ഷോപ്പുള്ളത്, അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണം. ഇതാണ് കേട്ടോ ട്രാക്കോണിൻ്റെ കൊറിയർ ഓഫീസ്. ഇവിടെ വണ്ടി നിർത്താം. ട്രാക്കോണിൽ നമ്മൾ പ്രൊഡക്റ്റ് കളക്ട് ചെയ്തു, ഇപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ എത്താനായി, തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടെ പോയിട്ട് നോക്കി നോക്കാം എത്ര ടൈം കൊണ്ട് മാറ്റി കിട്ടുമെന്ന്. എന്തായാലും വണ്ടി ഔട്ട് കൊടുക്കേണ്ടി വരും, നോക്കി നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ മോട്ടറെല്ലാം അയച്ച് നോക്കി നോക്കുമ്പോൾ നമ്മൾ മേടിച്ച പുതിയ മോട്ടർ ഉണ്ടല്ലോ, ആ മോട്ടർ വ്യത്യാസമുണ്ട്. ആ മോട്ടർ വ്യത്യാസം ഉള്ളതുകൊണ്ട് എന്തായി, ഇന്നത്തെ പണി മുടങ്ങി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പിക്ചർ എടുത്തിട്ടുണ്ട് പഴയ മോട്ടറിൻ്റെ. ആ മോട്ടർ നമ്മൾ ഇനി വരുത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നോക്കുന്നുണ്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് എത്തും. പിന്നെ നാളെ പണി നടക്കുള്ളൂ. ഇനി നമുക്കിപ്പോൾ പോയിട്ട് സ്പോയിലർ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ആ പണിയെങ്കിലും നടക്കട്ടെ. ടയർ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീൽസിൽ ടയർ കുറവുണ്ടായിരുന്നു. സോ അത് ലീക്കണ ചെക്ക് ചെയ്യണം. എന്തായാലും അടിക്കുന്നുണ്ട്. ടയർ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങി അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഷോപ്പിൽ പോയി നോക്കിയിട്ടാണ്. ഒരു 3-4 ഷോപ്പിൽ പോയി നമ്മൾ അറിയുന്നത്. പക്ഷെ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു. അവർ വർക്കായിട്ട് സൈറ്റിലെങ്ങാനും പോയിണ്ടാവും, അതായിരിക്കും. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ നമ്മുടെ റിവിറ്റ് ചെയ്യണ ആ ഒരു മെഷീൻ ഒരെണ്ണം മേടിച്ചു. അതാകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ. പിന്നെ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മളത് ഫിക്സ് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കി, ഞാൻ റിവിറ്റ് ചെയ്യണ മെഷീനും മേടിച്ചു, മറ്റേ റിവിറ്റും മേടിച്ചു. ഞാൻ റിവിറ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ പാക്കറ്റിലുണ്ടോ. അപ്പോൾ എയർ ഈ ഒരു ടയറിൽ, റൈറ്റ് സൈഡത്തെ ടയറിൽ, ഫ്രണ്ട് ടയറിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എയർ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് സ്പോയിലർ റിവിറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യലാണ് അടുത്ത പണി. ആ റിവിറ്റ് അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രില്ല് ആവശ്യം ഉണ്ടാവും. ഡ്രില്ല് വീട്ടിൽ ഉണ്ടായിരുന്നു, അതവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണാം. അങ്ങനെ പൊട്ടി ഇങ്ങനെ പൊട്ടി കാണാനോ സാടാ. നമ്മളത് സ്പോയിലറിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട
ഇവിടെയൊക്കെ കണ്ട, ഇവിടെയൊക്കെ റിവിറ്റോളി ഇരിക്കുന്നുണ്ട്. ഇത് 2 ഞാൻ അയച്ചു, സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റി. ഇത് അഴിക്കലാണ് ടാസ്ക്. യെസ്, അടുത്ത് കിട്ടിയിട്ടാ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കിട്ടണത്. അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കിട്ടില്ല. സേഫിൻ്റെ മുകളിൽ സ്ക്രാച്ച് ആവുന്നുണ്ട് കേട്ടോ. സേഫിൻ്റെ മുകളിൽ സ്ക്രാച്ച് വരുമ്പോഴേ എഞ്ച് കിടന്നിരിക്കുന്നു. സംഭവം ഡ്രില്ലുണ്ടെങ്കിൽ ഇത്ര പണിയില്ല കേട്ടോ. ജസ്റ്റ് ബിറ്റിട്ടിട്ട് ശേഷം ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അയച്ചെടുക്കാവുന്നുള്ളൂ. പക്ഷേ ഡ്രില്ലില്ല. ഡ്രില്ലിവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ, പക്ഷെ അത് ആരെ കൊണ്ടുപോയിന്നറിയില്ല. ഇപ്പോൾ ഇവിടെ കാണാനില്ല. യെസ്, അടുത്ത കിട്ടിയിട്ടാ. അടുത്ത റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ബാക്കിയുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. രണ്ടെണ്ണം നമ്മൾ റിവിറ്റ് ചെയ്തു. ഇതും കൂടി നമുക്ക് റിമൂവ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ ഡ്രില്ലില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതും കൂടി ചെയ്യാമായിരുന്നു. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്യാം. നട്ട് ബോൾട്ട് നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് മാറ്റാം. നല്ലത് തുരുമ്പ് വന്നിട്ടുണ്ട് കുറച്ച്, കുഴപ്പമില്ല, നമുക്ക് പിന്നീട് മാറ്റിയിട്ട് ക്ലിയർ ആക്കാം. നമുക്ക് എന്തായാലും മേടിക്കണം. ഫൈനലി കാഴ്ച നമ്മുടെ സ്പോയിലർ തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ട്. ഈ സ്പോയിലർ കൊണ്ട് ഇത്രയും ലുക്ക് ചേഞ്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്പോയിലർ റിമൂവ് ചെയ്തിട്ട് ഓടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി ലുക്കേ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം, വണ്ടി എടുത്തിട്ട് തിരിച്ചെടുത്തേ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും കൂടിയും. ക്യാമറ ഇരിക്കണമൊക്കെ ആകെ തല തിരിഞ്ഞിട്ടിരിക്കും. സീ ഗൈസ്, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവേ മാറിയത് കണ്ട. സ്പോയിലർ വന്നപ്പോൾ ആക്ച്വലി വിങ്ങില്ലാതെ ഒരു രസമില്ല, ഒരു വേറെ തന്നെ ഒരു ലുക്കായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ വിങ് വെച്ചപ്പോൾ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റായി. മറ്റേത് ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പിന്നെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. റിമൂവ് ആക്കി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്യുന്ന സമയത്ത്. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസിലും ഒരുപാട് കമൻസും ഒരുപാട് പേര് ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞതും ഇത് റിമൂവ് ചെയ്യരുത്, സ്പോയിലർ വെക്കണം, വിങ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അതില്ലാതെ അത്രയും അലമ്പായിരുന്നു. അപ്പോൾ ആ ഒരു ലുക്കേ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. കാണാം, എൻ്റെ മോനെ വിങ്ങർ ലുക്ക് കണ്ട സീൻ. പിന്നെ നമ്മുടെ ഫാൻ മോട്ടർ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്ന ഫാൻ മോട്ടർ. പക്ഷേ ഇതല്ല ഐറ്റം, നമ്മുടെ ഇരിക്കണത് ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓർഡർ ചെയ്ത് വരുത്താനുണ്ട്. മാറിയതുകൊണ്ട് നമുക്ക് AC ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സെയിം ഓർഡർ ചെയ്ത് വരുത്തിയതിന് ശേഷം നമുക്ക് AC ക്ലിയർ ആക്കാനുണ്ട്. പാർട്സ് ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാളേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ AC ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് കണ്ടാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.